മലയാളികളുടെ ജീവിതം ലോകമെമ്പാടും പരന്നു കിടക്കുന്നു. മലയാളി എവിടെ ചെന്നാലും മലയാളിയാണെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോയി ജീവിക്കുന്നവരുടെ കഥ എപ്പോഴും പ്രേക്ഷകർക്ക് വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. നിരവധി സിനിമകളും നിരവധി കഥകളും നോവലുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യവും അന്തരീക്ഷവുമാണ്. അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കളും യുവതികളും നമ്മുടെ നാട്ടിലുണ്ട്. പണ്ട് ഗൾഫിലേക്കുള്ളൊരു ഗൾഫ് ബൂമിൻ്റെ സമയത്ത്, ഇപ്പം ഒരു അമേരിക്കൻ ബൂമുള്ള സമയം, അതിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമേരിക്കയിലേക്ക് പോകാൻ സ്വപ്നം കണ്ട് കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവളുടെ അച്ഛനും അമ്മയും ജനിച്ചപ്പോൾ തന്നെ അമേരിക്കയിലേക്ക് നേർന്നു അവളെന്നാണ് പറയുക. അങ്ങനൊരു പെൺകുട്ടി അവൾ ഇവിടുന്ന് യാത്രയാവുന്നു. അവൾ വളരെ യാദൃച്ഛിക ആഫ്രിക്കയിലെത്തുന്നു. തുടർന്നുള്ള അവളുടെ ജീവിത യാത്രയിലെ വിസ്മയങ്ങളും, അവളൊരു ഹണിമൂണിങ് പീരീഡിലാണ് അവിടെ എത്തുന്നത്. അപ്പം നാച്ചുറലി പെട്ടെന്നുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളും രസകരമായ അവരുടെ ഒരു അവളുടെ ഭർത്താവിൻ്റെയും അവളുടെയും ജീവിതയാത്രയുമാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഫ്രിക്കയിൽ തന്നെ ഇത് പൂർണ്ണമായും ചിത്രീകരിക്കേണ്ടതായിട്ട് വന്നു. ഈ ചിത്രത്തിന് നമ്മൾ ആദ്യം ഇട്ടിരുന്നത് നമുക്ക് സാധാരണഗതിയിലുള്ളൊരു മലയാള സിനിമയുടെ പേരിടാം എന്നായിരുന്നു ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത്. നിരവധി പേരുകൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ലൊക്കേഷനൊക്കെ കാണാനായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമീബിയയിലും സൗത്ത് ആഫ്രിക്കയിലും കെനിയയിലും ഒക്കെ കെനിയയിൽ പോയ സമയത്താണ് അവിടെ വെച്ച് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഞാനൊരു ഇംഗ്ലീഷിലൊരു പാട്ട് ഉണ്ടാക്കി. അപ്പോൾ ആ പാട്ടിന് ആദ്യം ഐ ലവ് യു ഐ നീഡ് യു എന്നായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ചെറുപ്പക്കാരനായ ഒരു ആഫ്രിക്കൻ യുവാവ് ഉണ്ടായിരുന്നു. അയാൾ കോളേജ് സ്റ്റുഡൻറ്റാണ്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെയായിരിക്കും? അവരുടെ ഭാഷ സ്വാഹിലിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും പ്രമുഖ ഒരു ഭാഷയാണ്. അപ്പോൾ സ്വാഹിലിയെ ഭാഷയപ്പോൾ അയാൾ പറഞ്ഞു, അത് ഐ ലവ് യു എന്നുള്ളതിന് നാക്കു പെൻഡ എന്നാണ്, ഐ നീഡ് യു എന്നുള്ളതിന് നാക്കു ടാക്ക എന്നാണ്. വളരെ മ്യൂസിക്കലാണ് ആ രണ്ട് വാക്കുകളും. അപ്പോൾ എനിക്കത് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ആ വരികൾ അവനെ കൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചു. പിന്നീട് അത് നമ്മൾ ഭാഷ നല്ല രീതിയിലാക്കിയെടുത്ത് ആ വരികൾ കൊണ്ടുവന്നിട്ട് ഞാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദറിൻ്റെ കൊടുത്തു. അപ്പോൾ ഗോപി സുന്ദർ ഈ പാട്ട് വളരെ പെട്ടെന്ന് തന്നെ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഈ ലൈൻസ് വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി അതുകൊണ്ടൊരു പാട്ടുണ്ടാക്കി, നാക്കു പെൻഡ നാക്കു ടാക്ക എന്ന് പറഞ്ഞു. അത് വളരെ രസകരമായൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഏറ്റവും ഇണങ്ങുന്ന പേര് നാക്കു പെൻഡ നാക്കു ടാക്ക ആണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമായിരുന്നു. അങ്ങനെ ഐ ലവ് യു ഐ നീഡ് യു എന്നുള്ളത് വളരെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അതുള്ള കാര്യവുമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലൊരു ആഫ്രിക്കൻ പേര്, അതും വളരെ മ്യൂസിക്കലായിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പേര് സിനിമയ്ക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ആ പേരിട്ടത്. ഈ കഥയുടെ ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ സ്റ്റോറിയാണ്. അത് നമ്മൾ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ വിദേശത്ത് നമ്മുടെ മലയാളികൾ പോയി ജീവിച്ചിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പലതും റിയലായിട്ട് തന്നെ പല ഇംഗ്ലീഷ് ചാനലുകൾ കാണിക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു എഞ്ചിനീയർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഹണിമൂണിങ് കാലയളവിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവം ഇതിൻ്റെ പ്രധാനപ്പെട്ട കഥാബിന്ദുവാണ്. എന്നുവെച്ച് കഥ മുഴുവൻ അങ്ങനെയല്ല, കഥയുടെ ടേക്ക് ഓഫ് ഒന്നും അങ്ങനെയല്ല, കഥയുടെ എൻഡും അങ്ങനെയല്ല. പക്ഷേ ഒരു റിയൽ സ്റ്റോറിയിൽ നിന്നും ബീജാവാപം എടുത്തതാണ് ഈ സിനിമ എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. വളരെ ഒരു ഫണ്ണോടുകൂടി കണ്ടുകൊണ്ടിരിക്കാവുന്നതും ഒപ്പം അതിലൂടെ ജീവിതത്തിൻ്റെ വളരെ ഗൗരവമായ ചില വിഷയങ്ങളിലേക്ക് ചെന്നെത്തുന്നതുമാണ്. മലയാളികൾ വിദേശത്ത് പോയി ജീവിക്കുമ്പോഴുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ഇഷ്യൂസ്, അവരുടേതായ കൈമെടുക്കുകൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മലയാളി പെൺകുട്ടിയുടെ പ്രായോഗിക ബുദ്ധിയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയണം. നമ്മുടെ പെൺപിള്ളേർ വളരെ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്. അവരുടെ പ്രായോഗികമായ അവരുടെ ബുദ്ധി, നമ്മുടെ ആണുങ്ങളുടെ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരാനും അതിനെ അതിജീവിക്കാനുള്ള അതിജീവനത്തിൻ്റെ കഴിവ്, ഇതെല്ലാം വളരെ രസകരമായ രീതിയിൽ ഒപ്പം തന്നെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് അതൊരു പ്രമേയമാണ് നമ്മളിത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഈ സിനിമ എടുക്കാനായിട്ട് ആദ്യം ജയമോഹൻ തിരക്കഥ തയ്യാറാക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ഗോപാലനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ്. നമുക്കിതിനകത്ത് വേണ്ടത് വളരെ പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളെ വേണം. പ്രത്യേകിച്ചും അതിലെ സുപ്രധാനമായ 3 കഥാപാത്രങ്ങൾ. ഒന്ന് വിനയ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, മലയാളിയായ എഞ്ചിനീയർ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾ. പിന്നെ ശുഭ എന്ന് പറയുന്ന അയാളുടെ ഭാര്യ.
പിന്നെ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആൻ്റൺ കുലസിംഗം എന്ന് പറയുന്നത് ശ്രീലങ്കക്കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പം ഏറ്റവും നല്ല പെർഫോമൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അതിൽ നമുക്ക് ഏറ്റവും നല്ല പെർഫോമറാണ് ഇയാൾ പിന്നെ ഇന്ദ്രജിത്ത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നാച്ചുറലി ഇന്ദ്രനെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭാമ തീർച്ചയായിട്ടും ഇതുപോലൊരു വേഷത്തിന് ഇണങ്ങിയ ആർട്ടിസ്റ്റാണ് എന്ന് നമുക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു. പിന്നീട് ഈ ആൻ്റൺ കുലസിംഗം മറ്റാരുമല്ല, അത് മുരളി ഗോപി തന്നെയാണെന്ന് ഞങ്ങൾ IADനെ തീരുമാനമെടുത്തതാണ്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ കഥ കേൾക്കുകയും ഈ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയും വളരെ എഫർട്ട് എടുത്ത് വളരെയേറെ നല്ല രീതിയിൽ അവർ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി ഈ ചിത്രത്തിൻ്റെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ചിത്രം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. കാരണം ആഫ്രിക്കൻ ആംബിയൻസ് ഉള്ള ഒരു മൂവിയാണിത്. ആ സോങ്സും അതിൻ്റെ പിക്ചറൈസേഷനും. ഇപ്പോൾ ആഫ്രിക്കയിലെ മാസായി എന്ന് പറയുന്ന വർഗ്ഗം വളരെ ഫെറോഷ്യസ് ആയിട്ടുള്ള ഫൈറ്റേഴ്സാണ് അവർ. അവരുടെ ജമ്പിങ് ഡാൻസൊക്കെ വളരെ ഫേമസ് ആണ്. അവർ സിംഹങ്ങളെ കൊല്ലുന്നവരും സിംഹങ്ങളെ നേരിട്ട് ഏറ്റുമുട്ടുന്നവരും സിംഹത്തിൻ്റെ ചോര കുടിക്കുന്നവരും പച്ച ചോര മൃഗങ്ങളെ കുടിക്കുന്നവരും ഒക്കെയാണ്. അതൊക്കെ ഈ ചാനലിലൂടെ തന്നെ വൈൽഡ് ലൈഫ് ചാനലിലൂടെ തന്നെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ പല സീനുകൾ എടുത്തിട്ടുള്ളത്. പിന്നെ എയർപോർട്ടിലെ ടർമാക്കിലൊക്കെ നമ്മൾ സാറിന് ഷൂട്ട് ചെയ്യണം, നമുക്ക് ഇന്ത്യയിൽ ഒരു എയർപോർട്ടിലും അനുവദിക്കില്ല. അപ്പോൾ ഒരു എയർപോർട്ട് മുഴുവൻ നമുക്ക് ഫ്രീ ആയിട്ട് ഷൂട്ടിങ്ങിന് വിട്ടു തന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഇതിൻ്റെ ഒരു വോളിയം ഇസ് വെരി ബിഗ്. എന്നാൽ ഒരു മലയാള സിനിമയുടെ ബഡ്ജറ്റ് നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു ബഡ്ജറ്റ് ഓവർ ആക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റഡ് മൂവിയാണ്. തീർച്ചയായിട്ടും അതെ, എത്രയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, പക്ഷേ ഒരു ബഡ്ജറ്റഡ് മൂവി തന്നെയാണ്. അതിൽ നിന്നുകൊണ്ട് അതിലൊട്ടും കൂടാതെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്.